വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗയ്സ് ഇന്ന് ഷാമിക്കും അഞ്ചിക്കും കാതുകുത്താണ്. ഞാനിത് അന്ന് വാങ്ങി കമ്മലിട്ട് ഗയ്സ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ കമ്മലിട്ടാണ് ഇവിടെ കാതുകുത്താൻ പോകാൻ മുന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കമ്മലിട്ട് സെലക്ട് ഫ്ലവർ ഇങ്ങനെ എടുത്തു കാണിക്കുന്നില്ല. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഷാമിന്റെ ബർത്ത്ഡേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഷാമിക്ക് ഇത് ഇവിടെ കാത് ഇങ്ങനെ സെക്കൻഡ് സ്റ്റെഡ് കുത്തണം എന്നുള്ളത്. ഇവിടെയാണ് അവള് കുത്താൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഭാഗത്തിന്റെയും ഈ ഒരു ഭാഗത്തിന്റെയും നടുക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇവിടെ കാരണം ഇതിനെ തൊട്ടടുത്ത് അടിച്ചാൽ രസമുണ്ടാവില്ല. അപ്പൊ കുറച്ചിങ്ങനെ വിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പേടിയാണ്. കാര്യം ഇവിടെ കുറച്ച് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വേദന ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അഞ്ച് ഇന്ന് രണ്ട് ഹോള് കുത്താൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാര്യം എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു കുത്തലുണ്ട്. കണ്ടോ ഓൾറെഡി അവള് നേരത്തെ സെക്കൻഡ് സ്റ്റേറ്റ് കുത്തിയിട്ടുണ്ട്. അത് ഇവിടെ കുത്തിയതാണ്. ഈ കാതിന് കുത്തിയത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഞരമ്പിന്റെ മുകളിൽ കൊണ്ടിട്ടാണ് കുത്തിയത്. അപ്പൊ എപ്പൊക്കെ കമ്മലിട്ടുണ്ടെങ്കിലും ഈ കാത് എനിക്ക് പഴുത്തോണ്ടിരിക്കും. അപ്പൊ ഞാന് ഇപ്രാവശ്യം ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് ഇതിന്റെ അതേപോലെ തന്നെ ഞരമ്പിലല്ലാതെ ഇവിടെ കുത്തണം. പിന്നെ ഗൈസ് ഇവിടെ അല്ലേ ഇവിടെ അവിടെ കുത്തണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നല്ല വേദന എടുക്കൂട്ടോ. ഇവിടൊക്കെ കുറച്ച് കട്ടിയല്ലേ. അപ്പൊ അത് അതോ നല്ല കട്ടിണ്ട്. അതില്ലേ കുറച്ച് നല്ല ദിവസം എടുക്കും അത് മാറാൻ. അല്ല ഇന്ന് എനിക്ക് സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേദനിക്കാൻ പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇന്ന് ഇവര് കാത് കുത്തുന്ന കണ്ടെന്ന് നമുക്ക് പിടിച്ചിരുത്തിട്ട് ഇവിടെ ഒന്ന് കൊടുത്താലോ. എന്നാ പിന്നെ എന്നെ മയക്കേണ്ടി വരും. അല്ലാണ്ട് എനിക്ക് എന്തായാലും ശരിയാവില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ സൂചി വെക്കുക കാത് കുത്തുക അതൊക്കെ ഉള്ള ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയാണ്. പക്ഷെ നമുക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ കല്യാണത്തിന് കുറച്ച് ദിവസമുള്ളൂ. ഇനി കാതൊക്കെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. ഇവിടെ ഞാൻ ചിലപ്പോഴേ കുത്തുള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് നോക്കാം. എനിക്ക് കാത് കുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാട്ടോ. അതിന് വേണ്ടിട്ട് ഞാൻ നമ്മുടെ മറ്റേ കല്ല് വെച്ച പൊട്ടില്ലേ അതെടുത്ത് കൊടുത്തതാ. ഏകദേശം വെച്ച് നോക്കാം. നോക്കട്ടെ ഇത് കുറച്ച് ഇവിടേക്ക് ഇവിടെ തുടക്കത്തില് രസമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇവിടെയും കുത്തണം നല്ല ആഗ്രഹം. ഇവിടെ എന്താ എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഇല്ലേ ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നല്ല ഭംഗിയാ കാണാൻ. ഞാനില്ലേ മുന്നേക്ക് ആ സെക്കൻഡ് സ്റ്റേറ്റ് ഇങ്ങനെ മറ്റേ ഡെമോ സാധനല്ലേ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് അതൊക്കെ ഇട്ട് സംഭവക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ വേദന ആവുന്ന വെച്ചിട്ടാണ് ഇത് കുത്തിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇനി ഞാൻ ഇന്റത് ഒന്ന് ഞാനിതാ ശ്രീ കൊറേ പൊട്ടൊക്കെ കട്ട് ചെയ്ത് തന്നല്ലോ. ഇവിടെ ഷാമിന്റെ കമ്മൽ വേഗം കമ്മലല്ല ഇത് ഇങ്ങനത്തെ നല്ല ഐഡിയ ഇല്ലേ. ഇനി ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഇവിടെ അതവിടെ 5 കുത്തി ഞാൻ 5ന് സമ്മതിച്ചു. കുത്തിയിടുന്ന കാര്യം ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ എന്തായാലും ഇവിടെ ഞാൻ കുത്തും. കാര്യം ഇതിൽ കുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഒറ്റ നില കുത്തണ്ടുള്ളൂ. പിന്നെ ഇവിടെ പോയിട്ട് അവിടെ ഈ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണുന്ന പലരും ഇവിടെ ഒക്കെ കുത്തിയവരായിരിക്കും. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ്. അന്നൊക്കെല്ലാം എങ്ങനെ ഒരു ഭാഗത്ത് കമ്മല് ഒരു ഭാഗത്ത് ഇതിന് ശങ്കി എന്നിട്ട് അത് കാതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ട് അടിക്കുന്ന സമയത്ത് രണ്ട് സൈഡും കൂടി ചിലപ്പോ അതിൽ ലോക്കായി പോകും. അപ്പൊ ചിലപ്പോ വലിച്ചാൽ കിട്ടൂല. ചോര തുടക്കാനുള്ള ക്ലോത്ത് എടുത്ത് വെച്ചോട്ടോ. ചോര അടിക്കാൻ പറ്റില്ല. ചോരൊന്നും വരില്ല. ഞാൻ കൊറേ വീഡിയോ കണ്ടതാണ് കണ്ണോണ്ട് ഇവിടൊക്കെ ചെയ്യുമ്പോഴാടി. പക്ഷെ ഈ പറഞ്ഞ സെന്ററിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അല്ല ഇവിടെ അതല്ല സെന്റർ. അല്ല ഇതല്ല സെന്റർ ഇവിടെ അല്ലേ അല്ല അത് മെഷീൻ കുടുങ്ങി പോകാനുള്ള സംഭവം ശരിയാണ്. ഞാനൊരു കാര്യം പറയാം. മെഷീൻ കുടുങ്ങി പോകാന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് ഇത് അടിക്കുന്ന സമയത്ത് അത് കുടുങ്ങി പോയി. ഒരു കുലുക്കിയിട്ടൊക്കെ ആണ് എടുത്ത് റെഡി ആക്കിയത്. അത് സത്യമായിട്ട് ഞാൻ അവളെ പേടിപ്പിക്കാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ ആവില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഷാമി സർവ്വധൈര്യം സംഭരിച്ചിരിക്കുകയാണ്. ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നില്ല. എനിക്ക് ആ സെക്കൻഡ് എനിക്ക് ആ സെക്കൻഡ് സ്റ്റെഡ് ഇങ്ങനെ കണ്ടാ മതി. ഞാൻ ആ ഭേദന ധൈര്യത്തിന് എന്നെ കൂട്ടിയത് മനസ്സിലായോ. എന്നിട്ട് അവിടെ ഇത് ട്രോൾ ചെയ്യരുത്. നമ്മളൊന്നും കൂടെ ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ജുൽക്കാന്നേന് വെച്ചാൽ ഒരു ധൈര്യമില്ല. ഞങ്ങളുള്ള നോക്ക് ധൈര്യമില്ല. ജുൽക്ക് തന്നെ വേണം. അങ്ങനെ നമ്മള് കാത് കുത്തുന്ന സ്ഥലത്തെത്തി. അപ്പൊ കുഞ്ഞു മക്കളൊക്കെ കാത് കുത്തുന്നുണ്ട്. അടുത്തത് നമ്മളാട്ടോ. ആരെ ഫസ്റ്റ്
ഭയങ്കര ചെറുതാ. ആ കുട്ടീനെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മളാണ്. ഞാനില്ല, ശ്രീ നമ്പറൊക്കെ കൊടുത്തു. ശ്രീന്റെ നമ്പറാ കൊടുത്തത്. ഞാൻ 5 പേര് കൊടുത്തിട്ട് അവരെ മുന്നോട്ട് വേദന പോലെ ചെറിയ ടെൻഷനില്ല. അത് കുടിക്കുമ്പോൾ സൈഡിൽ ചെല്ലി കിടക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കുത്തുന്നുണ്ട്, പിന്നെ മുടി ഇവിടെ നിന്ന് പോയി പോയി എനിക്കറിയാൻ പറ്റും. ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടോളാം. ഇതൊക്കെ ഇവിടെ വെച്ച് ക്ലിപ്പ് കുത്തിയാൽ അല്ലെങ്കിൽ ഇതുകൊണ്ടാവും. റെഡിയല്ലേ? അല്ല, അങ്ങളില് 2 പേരിൽ ആദ്യം കുത്തുന്നത് ഞാൻ കുത്താം. മറ്റെനിക്ക് 2 പേടിയായിട്ട് അങ്ങനെ. എൻ്റെ അഭിപ്രായത്തിൽ 5ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം 5 ആദ്യം കാട് കുത്തിയിട്ട് നീ കുത്തുന്നതായിരിക്കും. ഞാൻ ആദ്യം ഇപ്പുറത്തുള്ള ഒന്ന് കുത്തുന്നു, ഞാൻ ആലോചിച്ചിട്ട് അതിനോട് രണ്ട് പേടിത്തൊണ്ടന്മാരെ കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ വരാലോ, നടക്കണല്ലേ. ചിലപ്പോൾ കണ്ണിന്നൊക്കെ വെള്ളം വരും. അറിഞ്ഞാലും നോക്കില്ല. രണ്ടാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞു കുട്ടീൻ്റെ കാത് കുത്തുന്നുണ്ട്. അപ്പം അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മറ്റേ മ്യൂസിക് വേണം. ഏത്? ഞാൻ കത്തുമ്പോൾ നീ ചിരിക്കും നേരം അത് മറ്റേ നാഷണൽ ആന്താണ്. കാത് കുത്തുമ്പോഴത് അല്ലേ? എനിക്കത് വേണ്ട. ഞാനിവിടെ ചെറുതിൽ കുറെ നേരമായി കുത്താൻ നോക്കും, അപ്പത്തേക്ക് അറിയും, പിന്നെയും കുത്താൻ നോക്കും. അങ്ങനെ ഇങ്ങനെ ഒരു സമാധാനം ചേരെ കാത് കുത്തിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടാ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അതിന്റെ കുത്തത് നോക്കിയിരിക്കുക ഞാൻ. കഴിഞ്ഞോ? ആ, അപ്പൊ അടുത്തത് നീ. നീ. ഞാൻ എവിടെ കുത്തുന്നത്? ഫസ്റ്റ് ഏതാ? മോളത്തെയാണോ താഴത്തെയാണോ? മോളത്തെ ഇത് അവിടെ അല്ലേ? ആ, എന്നിട്ട് പിന്നെ ആലോചിക്കാം. എന്നിട്ട് വളർന്നു. പിന്നെ ആലോചിച്ചിട്ട് മുകളിൽ. ഓൾ ദ ബെസ്റ്റ്. തുള്ളി വെള്ളമില്ല. അയ്യോ, ഞാൻ കുട്ടീന്റെ കരച്ചിലായിരുന്നു. എനിക്ക് തോന്നി കാത് കുത്താൻ പോവാണ്. 5 കാത് കുത്താൻ പോവാണ്. റെഡിയാണ് 5. ഇതൊക്കെ ആക്കിയില്ല, ഇനി ഞാൻ കുത്താം. ഫസ്റ്റ് മാർക്ക് ചെയ്ത് 2 ശരിയും, എന്നിട്ട് കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യാം. ഇത് കുറച്ച് താഴ്ന്നിട്ട് ഒരു ഞരമ്പിന്റെ മുകളിലായിരുന്നു കുത്തിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദന. പക്ഷെ ഇവര് പറയുന്നത് മുടി കുടുങ്ങി വലിക്കില്ലേ, അപ്പോഴാണ് അത് ഇങ്ങനെ ഇൻഫെക്ഷൻ ആവുന്നത്. ഞാൻ റെഡിയാക്കും ഗൈസ്. ഇത് ഒരു പണി, മുടി ടൈ ചെയ്ത് അതെ ഇപ്പൊ കുത്തി വലിയാലോ. ശ്യാമി ഇങ്ങോട്ട് നോക്ക്. ഓളതില്ലല്ലോ, അത് മുടി കുത്തി വലിയാലോ. അപ്പൊ മോള് കുത്തുന്ന എപ്പോഴാ? മോളിക്ക് പേടിയാണ്. എന്നോട് ചോദിക്കുമ്പോ കറക്റ്റ് പറഞ്ഞുള്ളൂ. ശരിക്കും ഇങ്ങനൊരു വലിയൊരു തരിപ്പുണ്ട്. ഇപ്പോഴും തരിപ്പുണ്ട്. ആ, ഒരു വേദന ഉണ്ട്. ഇത് അതിന്റെ കൂടെ ഉള്ള പേരാട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് മാറ്റിയത്. അതിനാണ് ഇപ്പൊ ഇടാനുള്ള ധൈര്യം എനിക്കില്ല. മോളത്തെ കൂടെ ഇപ്പൊ കുത്തിക്കോ, ഇനി വെറുതെ നോക്കിക്കണ്ട. അല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. ജസ്റ്റ് പിന്നെ ഷാമിന്റെ കൂടെ റെഡി അല്ലേ? കണ്ണു പറഞ്ഞു. ഷാമിക്ക് കാത് കുത്ത കുറച്ചുകൂടെ വലിയ ഗണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് മൃഗത്തിനൊക്കെ സൂചി വലിയ ഗണ്ണ് വെച്ചിട്ടാണ് കുത്തുന്നത്. ഇളകരുത് കേട്ടോ കുത്തുന്ന സമയത്ത്. പേടിയുണ്ടോ? ഇപ്പൊ പേടിയുണ്ട്. എന്തോ പേടില്ലേ?
വേറെ ഏതൊരു ടൈപ്പ് ഗണ്ണെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത്രയും കമ്മലുകളാണ്. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അത് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഈ പേള് അപ്പോൾ വേണോ? പേള് വേണ്ട. അപ്പൊ മറ്റത് തീരെ പെയിൻ ഉണ്ടാവില്ല. വളരെ നൈസ് പെയിൻ. പെയിന് കുറവുള്ളതാണ്. ഇതില്ലേ ഉപ്പ് വെള്ളമൊക്കെ ആക്കട്ടെ. അത് സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റെഡാണ്. ഒന്നും ആകണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ മാറ്റി ജസ്റ്റ് കഴിഞ്ഞാൽ റെഡി ചെയ്ത് കിട്ടും. ചെറിയൊരു പെയിൻ സഹിച്ചാൽ മെയിനായിട്ടില്ല. ഞങ്ങളിപ്പോൾ മുടി മുന്നിലോട്ടിട്ടില്ല. ഒരു 2 ദിവസം 2 ആഴ്ച കുറച്ച് ബാക്കോട്ട് മുന്നിട്ടു. അതിങ്ങനെ വലിയുമ്പോഴാണ് സ്കിന്നിലേക്ക് മുന്നിലേക്ക് വലിയും. അപ്പോൾ ഇൻഫെക്ഷൻ വരുന്നത്. അല്ലാണ്ട് ഇൻഫെക്ഷൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ മുടി അഴിച്ചിട്ട് നടക്കരുത്. അത് മുടി അഴിച്ചിട്ട് ആ മുടി ഇതിൻ്റെ മുകളിൽ കുരുങ്ങിയിട്ടാണ് ഇൻഫെക്ഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. ഇതില്ലേ ഷാമിക്ക് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ടതാണ്. ഇത് സംഭവം പെയിന് കുറവാണ്. അപ്പോൾ ഇത് മതി. മതി. അടുത്തത് ഷാമി. എല്ലാം ചെയ്യും. ധൈര്യത്തിന് വേണ്ടി ഇതിന്റെ ഈ ഒരു സാധനത്തിന് ഇവിടെ അല്ലേനോ? എവിടെയോ താഴത്തേക്കല്ല, ഒരുപാട് സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതില് സെന്ററത്തെ ഈ സെൻറ്ററത്തെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഈ എല്ല് പോലത്തെ സാധനത്തിലാവുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ്. ഇത് വളരെ താഴെയാകുന്ന സമയത്ത് ഈ 2 കമ്മലും കൂടി ഒരു ക്രാഷ് വരും. അതായത് ബാക്ക് ഭാഗത്തിൽ. ഈ സെൻറ്ററിലാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത്. ഈ സെൻറ്റർ പോർഷനാണ്. അപ്പോൾ ഈ സെൻറ്റർ പോർഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ ചെവി മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. 2 ചെവി 2 വലുപ്പമാണ്. ഗണ്ണൊന്നും വേണ്ട, പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ അത് പറഞ്ഞോ ആദ്യം ചെയ്തിരുന്നു. നമ്മൾ സ്കിന്നിൽ കുറച്ച് വരുന്നല്ലേ. വേദനയോടൊക്കെ രസമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 2 ഭാഗം കാണിച്ചു കൊടുക്കും. ഒന്ന് കരഞ്ഞൂടെ? ഒന്ന് കരഞ്ഞോ? പൊട്ടിക്കരഞ്ഞൂടെ? ഞാൻ പറഞ്ഞ കുത്തൂലേ? ഇവിടെ മാത്രം മറ്റേ ഹാങ്ങിങ് നല്ല ഭംഗിയുള്ള മേടിച്ചരാന്ന് പറഞ്ഞിട്ട് പോലും ഒക്കെ ഇനി വേണ്ട. ഇത് വേദനക്ക് മാറി അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നി ചിലപ്പോൾ കഴിഞ്ഞില്ലേ? ഇനി എന്തുണ്ടോ? അഞ്ചിക്കൊന്നും കൂടെ ഇനി ആലോചിക്കാൻ സമയമില്ല, ഒക്കെ കഴിഞ്ഞില്ലേ? ഇത് കുറച്ചുകൂടെ കട്ടിണ്ട്. അപ്പൊ കുറച്ചൊരു പേടിയുണ്ട്. അതെന്താ നിന്റെ അവിടെ റെഡ് കളർ എന്താ?
ഏതുപടിയോ ചെവി ചെവി പിന്നെ തുളച്ച് കയറി കഴിഞ്ഞപ്പോ അത് ഈ ചെവിയെ തുളച്ചേ? അല്ലല്ല ഇത് ഞാൻ ഇട്ടത് ഇത് രണ്ട് റെഡായില്ലേ ഇത് ഞാനായിട്ട് അത് കുറെ ആയിട്ട് ഇടാത്തതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ തിരിച്ചിട്ടത്. ഇവിടെ കാര്യം എന്താ അറിയോ, ഇവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പേടിയില്ല. ഇങ്ങനെ മൂക്കും ഈ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അത് ലൈറ്റിന്റെ റിഫ്ലക്ഷനാണ്. ഞാൻ കരഞ്ഞില്ലേ? അങ്ങനത്തെ ഓക്ക് പേടിയേ ഇല്ല. വിഷയമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ കൂടെ കുട്ടിയെ നല്ല രസമുണ്ടാവും. ഈ ആലോചിച്ച് കഴിഞ്ഞില്ലേ? ഭംഗി ഉണ്ടാവോ? ഭംഗിയൊക്കെ ഉണ്ടാവും. ഒക്കെ ഇഷ്ടമുണ്ടേ അടിച്ചു. ഷാമിയ ഇപ്പൊ പെയിനുണ്ടോ? ഉണ്ട്. എന്റെ ചെവി രണ്ടിങ്ങനെ കടിച്ചു പറിച്ച് നിൽക്കുന്നതായി തോന്നുന്നുണ്ട്. ഒന്ന് റെഡി ആയി വരണം. ഇരുന്ന് കരയണം. നോക്ക്, 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒറിജിനൽ കമ്മലെടുത്ത് മുകളിലേക്ക് ഇടാൻ പറ്റും. അത് വരെ തുടരുത് കേട്ടാ. എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇതുവരെ നല്ല ധൈര്യത്തിൽ ഞാൻ നാളെ തന്നെ ഇടുന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ ചെയ്യും. അല്ല, ഓര് പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഴിച്ചിട്ടിടാന്ന് പറഞ്ഞു കേട്ടോ ഷാമി. തീരെ ധൈര്യമില്ല എനിക്ക്. നിനക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഴിച്ചിട്ട് മറ്റേ കമ്മലെടുത്ത് മുകളിലേക്ക് ഇടാം. കേട്ടു. ഇതുവരെ ആലോചന കഴിഞ്ഞു. ഫോണ് ചെവിന്റെ അടുത്ത് അടുപ്പിക്കണില്ല. ഇതുണ്ടോ? ഫോണ് ചെവിന്റെ അടുത്ത് അടുപ്പിക്കണില്ല. അഞ്ച് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കാത് തൊടും. ആരെ കാത് തൊട്ട് എനിക്ക് പേടിയാവും. ഇപ്പോൾ കുറച്ച് ദിവസത്തെ കാര്യം ചേർത്തേക്ക് അടിക്കരുത് പ്ലീസ്. അടുത്തുനിന്ന് ബാഗ് എടുക്കാൻ പോയപ്പോ എന്നെ അടുത്തേക്ക് എടുപ്പിക്കില്ല. അങ്ങനെ ഗൈസ് നമ്മളിത് കാതൊക്കെ കുത്തി ഇറങ്ങി. ഇതാ കണ്ടോ, ഇതാണ് ഗൈസ് സെക്കൻഡ് സ്റ്റെഡ് അടിച്ചതിന് ശേഷമുള്ള ലുക്ക്. രണ്ടെണ്ണം അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 5 ഒറ്റ അടിച്ചുള്ളൂ. ലാസ്റ്റ് ആവുമ്പത്തേക്കിനും പിന്നെ ഓക്ക് പിന്നെ മാച്ച് ആവോന്ന് പേടിയായി. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ ആയതുകൊണ്ടേ ചിലപ്പോ പഴുക്കുമെന്ന് പേടി. അപ്പൊ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കല്യാണം ആകുമ്പത്തേ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ അടുത്തും ഞാനിപ്പോ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ വഴിയെ വരും കേട്ടോ. അത് ഞങ്ങളിപ്പോ അതിന് മുന്നുള്ള കുറച്ച് ഓട്ടത്തിലും ഇതാണ്. അപ്പൊ ഫസ്റ്റ് തീർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കാത് കുത്തണം എന്ന് പറഞ്ഞ ആ ഒരു ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയമാകുമ്പത്തേ കാത് കുത്തണമെന്ന്. അപ്പൊ അതെന്തായാലും നമ്മള് ആ ബർത്ത്ഡേ കഴിഞ്ഞു, കമ്മല് തന്നു. അതെ, ഇനിയിപ്പോ ഷാമി പറഞ്ഞ പോലെ തന്നെ 5ന്റെ കല്യാണത്തിന് നല്ല സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെക്കാം. പിന്നെ ഈ സെക്കൻഡ് സ്റ്റേഡ് ഇഷ്ടപ്പെട്ടോന്ന് എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വലിയ വലിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാം.